വെൽക്കം ടു സൈലം ബാങ്കിങ്. IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്നതിന് ശേഷം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു. പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ IBPS ആണ് ആദ്യം വരിക. IBPS POയും IBPS ക്ലർക്കും, അതിനുശേഷമാണ് RRB PO ആൻഡ് RRB ക്ലർക്ക്. ഏത് എക്സാം ആണെങ്കിലും ഇതിനിടയിൽ SBI അല്ലെങ്കിൽ SBI PO SBI ക്ലർക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് ഏത് എക്സാം ആണെങ്കിലും റീസണിങ് സെക്ഷനിൽ നിന്ന് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതിൽ തന്നെ പസിൽസിലെ ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എല്ലാ പ്രിലിംസ് എക്സാംസിനും ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് പക്ഷേ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഫ്ലോർ പസിൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട്. കണ്ടീഷൻസ് എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽസിനെ വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കിയാലോ? എങ്ങനെയാ കണ്ടീഷൻസ് എഴുതുക, എങ്ങനെയാ വളരെ വേഗത്തിൽ കണ്ടീഷൻസ് എഴുതി മെർജ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ച്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, ഓൺലൈൻ ബാച്ച് ഏതാ, ഓഫ്ലൈൻ ഏതാ? നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. ഓഫ്ലൈൻ നമുക്ക് കോഴിക്കോടാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ. നമുക്ക് റെഗുലർ ബാച്ചും ഉണ്ട്, അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ ഫ്രീ ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നമ്മുടെ കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജൂൺ 27 വരെ നമ്മളുടെ ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും, വെള്ളിയാഴ്ച വരെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിൽ ഇരുന്ന് നോക്കാം എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്, എങ്ങനെയാണ് പ്രാക്ടീസ് സെഷൻസ് പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളുടെ ഓഫ്ലൈൻ്റെ കാര്യമാണ് പറഞ്ഞത്. റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതേപോലെ തന്നെ റെഗുലർ ബാച്ച്, ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ് നമ്മളുടെ കോഴിക്കോടുള്ള ക്യാമ്പസിൽ. ഓക്കെ, ഇനി ഓൺലൈൻ ബാച്ചിലേക്ക് വന്നാൽ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇനി അടുത്തത് പുതിയത് തുടങ്ങുന്നത് ഏത് ബാച്ചാ? നമ്മൾ വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട്, എസ്പെഷ്യലി IBPS ആണെങ്കിലും SBI ആണെങ്കിലും RRB ആണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയതായിട്ടുള്ള ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 9-നാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ഡെമോ ബാച്ച്, ഈ ബാച്ചിൻ്റെ ഫ്രീ ഡെമോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 30-നാണ്. 5 ദിവസം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും. നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിങ്ങൾ ബാങ്കിങ് കൊഹോട്ട് സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് IBPS SBI ടാർഗറ്റ് ബാച്ച് ഫ്രീ ഡെമോ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയുണ്ട് എന്ന് നേരിട്ട് കണ്ടു നോക്കാം. റെഗുലർ ക്ലാസ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ 9-നായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴേ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല, കുറച്ച് ക്ലാസ്സസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ റെക്കോർഡഡ് സെഷൻസ് കണ്ട് പഠിക്കാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സൈലം ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാങ്കിങ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ ബാച്ച് ഉണ്ട് എന്നുള്ള കാര്യം കാണാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ്സസും കണ്ടു നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അതിൽ ഫ്രീ ഡെമോ ക്ലാസ്സസ് വേറെയും ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് IBPS SBIയുടെ സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 തൊട്ട് നേരിട്ട് ക്ലാസ്സസ് കാണാം. എങ്കിൽ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ. എന്താ ഈ ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ? നമ്മൾ സാധാരണ ഫ്ലോർ പസിൽ എങ്ങനെയാ വരിക? ഓരോ ഇന്ന ഫ്ലോർ. ഇപ്പം നമ്മളോട് ഫ്ലോർ പസിൽ പറയുമ്പോഴത്തേക്കിന് നമുക്കിപ്പോൾ 8 ഫ്ലോർ ഉണ്ട്, ബോട്ടം ടു ടോപ്പ് ആണ് അറേഞ്ച്മെന്റ് എന്ന് നമ്മളോട് പറയും. സാധാ ഫ്ലോർ പസിൽ ഇപ്പം ഏതൊക്കെ ഫ്ലോറിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ വരുമ്പോൾ ഫ്ലോർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഫ്ലാറ്റും കൂടെ ഉണ്ടാകും. അപ്പോൾ എക്സ്ട്രാ കണ്ടീഷൻസ് വരും. അതാണ് നമുക്ക് കൺഫ്യൂസിങ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, വേണ്ട ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ തനിയെ ചെയ്യണം. കാരണം എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റക്ക് ആകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് സ്വയം നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഫസ്റ്റ് മനസ്സിലാകുക. തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ട് മാത്രം ഞാൻ പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായിടത്തുനിന്ന് എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസിനെ ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയത് എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? തന്നിരിക്കുന്ന കണ്ടീഷൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്ന്.
8 persons are living in a 4-floor building. 8 പേഴ്സൺ ആണ്. ആ 8 പേഴ്സണിന്റെ പേരാണ് M2T. ആൽഫബറ്റ്സ് ആണ് തന്നേക്കുന്നത്. MNOPQRST 8 പേര്. ഇവരൊരു 4 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. 8 ആൾക്കാര് 4 ഫ്ലോർ, 4 ഫ്ലോർ. There are 2 flats in the building named as flat A and flat B. നമുക്കറിയാം ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസില. അപ്പൊ ഫ്ലാറ്റ് എയും ഫ്ലാറ്റ് ബിയും ഉണ്ട് എന്ന് പറഞ്ഞു. ഫ്ലാറ്റ് ബി ഈസ് ഇൻ ദി ഈസ്റ്റ് ഓഫ് ഫ്ലാറ്റ് എ. ഫ്ലാറ്റ് എയുടെ ഈസ്റ്റിലാണ് ഫ്ലാറ്റ് ബി. നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പാടില്ല. ചുമ്മാ ആദ്യം എ ബി അല്ലെങ്കിൽ തിരിച്ച് ബി എ എന്ന് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പാടില്ല. ഇവര് കണ്ടീഷൻസിനകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ എയുടെ ഈസ്റ്റിലാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഈസ് നമ്പർഡ് ആസ് 4 ആൻഡ് ദി ബോട്ടം മോസ്റ്റ് ഈസ് നമ്പർഡ് ആസ് 1. ഏറ്റവും താഴത്തെ ഫ്ലോർ 1 ആണ്, ടോപ്പ് മോസ്റ്റ് ഫ്ലോർ 4 ആണ്. അപ്പൊ 8 പേഴ്സൺ 4 ഫ്ലോർ. എങ്കിലും നമുക്ക് സ്ട്രക്ചർ വരച്ചാലോ? നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. 1 2 3 4, അതേപോലെ തന്നെ 2 ഫ്ലാറ്റും, അതേപോലെ തന്നെ ഇവിടെ 2 ഫ്ലാറ്റും. അപ്പൊ നമുക്ക് സ്ട്രക്ചർ കൊടുക്കാം. 1 2 3 and 4. നമ്മുടെ ഇഷ്ടത്തിനല്ല എയും ബിയും കൊടുക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയുടെ ഈസ്റ്റിലാണ് ബി, എയുടെ ഈസ്റ്റിലാണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. സാധാരണ ഫ്ലോർ ക്വസ്റ്റ്യൻ ആണെങ്കിലോ, സാധാരണ ഫ്ലോർ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒന്ന് നോക്കിക്കേ. സാധാരണ ഒരു ഫ്ലോർ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ട്രക്ചർ വരിക എങ്ങനെയാണെന്നറിയോ? സാധാരണ ഫ്ലോർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് വരത്തില്ല? ഫ്ലാറ്റ് വരത്തില്ല. പക്ഷെ ഇവിടെ ഫ്ലോറും വരും ഫ്ലാറ്റും വരും. അതാണ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആകുന്നത് നിങ്ങൾക്ക്. പക്ഷെ കുഴപ്പമില്ല, കണ്ടീഷൻസ് എഴുതുന്ന രീതി നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നോക്കാം നമുക്ക്. ഇവിടെ P lives 2 floors above N. എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കണ്ടീഷനാണ്. P lives 2 floors above N. എന്നിന് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ് P. എന്താ പറഞ്ഞേക്കുന്നത്? എന്നിന് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ് P എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? അല്ലാതെ ഈ കണ്ടീഷന്റെ മീനിങ് എന്ന് പറയുന്നത് Pക്കും എന്നിനും ഇടയിൽ 2 ഫ്ലോർ ഉണ്ട് എന്നല്ല. Pക്കും എന്നിനും ഇടയിൽ 2 ഫ്ലോർ ഉണ്ടെന്നല്ല. എന്നിന് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ് ആര്? P. എന്നിന് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ് ആരെന്ന് പറയുന്നത്? P എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഇപ്പോ സാധാരണ ഒരു ഫ്ലോർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ സപ്പോസ് N ഇവിടെ ആണെങ്കിൽ P ഇവിടെ വരും. ഈ ഒരൊറ്റ പോസിബിലിറ്റി മാത്രമാണുള്ളത്. പക്ഷെ ഇവിടത്തെ കേസിൽ N ഇവിടെ ആണെങ്കിൽ P ഇവിടെയും വരാം, അറ്റ് ദ സെയിം ടൈം P ഇവിടെയും വരാം. ഒരേ ഫ്ലാറ്റിലും വരാം, വ്യത്യസ്ത ഫ്ലാറ്റിലും വരാം. അതാണ് ഇവിടെ 2 പോസിബിലിറ്റി വരുന്നത്. ഇവിടെ N ഇവിടെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടീഷൻസ് മനസ്സിലാകാൻ പറഞ്ഞതാ. അപ്പൊ ഇവർ ഒരേ ഫ്ലാറ്റിലാണോ വ്യത്യസ്ത ഫ്ലാറ്റിലാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇവരിപ്പോ ഒരു പക്ഷേ ഒരേ ഫ്ലാറ്റിലാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രോസ് കൊടുത്തേനെ. ഒരേ ഫ്ലാറ്റിലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തേനെ. അല്ലെങ്കിൽ ഇവർ വ്യത്യസ്ത ഫ്ലാറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തേനെ. അതായത് ഇവർ രണ്ടുപേരും വ്യത്യസ്ത ഫ്ലാറ്റാ. ഓക്കെ, അപ്പൊ P ഇവിടെ വന്നാൽ N ഇവിടെ വരാൻ പാടുള്ളൂ. ഒരേ ഫ്ലാറ്റ് ആണെങ്കിൽ P ഇവിടെ ആണെങ്കിൽ N ഇവിടെ. അപ്പൊ കണ്ടീഷൻസ് എഴുതുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് മനസ്സിലാകും എങ്ങനെയാണ് ഇത് എഴുതുന്നത്. ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ മീനിങ് ഇന്നതാണ്. നമുക്കല്ലാതെ സെന്റൻസ് വൈസ് എഴുതിക്കൊണ്ടിരിക്കാനുള്ള ഒരു സമയം എക്സാമിന് കിട്ടത്തില്ല. അത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. M lives in the northwest of O. കണ്ടോ, സാധാരണ നോർത്തും സൗത്തും മാത്രമല്ല 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് കൂടെ നമുക്കുണ്ട്. അതായത് 4 കാർഡിനൽ ഡയറക്ഷൻസ് ആണ് നമുക്കുള്ളത്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇത് കൂടാതെ 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇൻ ബിറ്റ്വീൻ സൗത്ത് ആൻഡ് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഇൻ ബിറ്റ്വീൻ സൗത്ത് ആൻഡ് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. നോക്കിക്കേ, ഇതെന്ത് വരും? നോർത്ത് ഈസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്. ഈ 4 കാർഡിനൽ ഡയറക്ഷനും 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷനും മിക്സ് ചെയ്തിട്ട് നിങ്ങളോട് കണ്ടീഷൻസ് പറയാൻ സാധ്യതയുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. കാരണം ഇങ്ങനെ വരാം ആൾക്കാര്, ഇങ്ങനെ വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആൾക്കാർ വരാം. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, M lives in the north west of O. ഓയുടെ നോർത്ത് വെസ്റ്റില. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ദണ്ട് ഇങ്ങോട്ടേക്കാ വരിക അല്ലെ? ഇങ്ങോട്ട് നോക്കിക്കേ, നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാ. അപ്പൊ M ഓയുടെ നോർത്ത് വെസ്റ്റില. നോക്കിക്കേ, M ഓയുടെ നോർത്ത് വെസ്റ്റില.
എം ഒയുടെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഫിക്സ്ഡ് ആയി, എം എന്ന് പറയുന്നത് ഫ്ലാറ്റ് എയിലും ഒ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബിയിലുമേ വരത്തുള്ളൂ. ഒ ഒരിക്കലും ഇവിടെ വരത്തില്ല, 4ാമത്തെ ഫ്ലോറിൽ വരത്തില്ല. കാരണം ഇവിടെ വന്നാൽ എനിക്ക് എം കൊടുക്കാൻ സ്ഥലമില്ല. അപ്പൊ 100% ഉറപ്പിച്ചോ, എം എന്ന് പറയുന്നത് ഫ്ലാറ്റ് എയിലും ഒ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബിയിലുമാണ്. അങ്ങനെ കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാനായിട്ട് പറ്റണം. എസ് ഡസ് നോട്ട് ലിവ് ഇൻ ദി കോൺസിക്യൂട്ടീവ് ഫ്ലോർ ഓഫ് പി ആൻഡ് ഒ. എസിന്റെ അടുത്തുള്ള ഫ്ലോറിൽ ആര് വരാൻ പാടില്ല, പി ഒയും വരാൻ പാടില്ല. ഞാൻ കണ്ടീഷൻസ് എഴുതുന്ന രീതി നോക്കിക്കേ. എസിനടുത്ത് പി ഒയും വരാനായിട്ട് പാടില്ല. എസിന്റെ കോൺസിക്യൂട്ടീവ് ഫ്ലോറിൽ പി ഒയും വരാൻ പാടില്ല. പേഴ്സൺ ഹൂസ് നെയിംസ് പ്ലേസ് വാല്യൂ ഇസ് പ്രൈം നമ്പർ ലിവ്സ് ഇൻ ദി ഓഡ് നമ്പർ ഫ്ലോർ. നമ്മുടെ പേഴ്സൺസ് എന്ന് പറയുന്നത് എം മുതൽ ടി വരെയുള്ള ആൾക്കാരാ. എം എൻ ഒ പി ക്യു ആർ എസ് ടി ഈ ആൾക്കാരാ. അപ്പൊ അവരുടെ പ്ലേസ് വാല്യൂ പ്രൈം നമ്പർ ആണെങ്കിൽ നമ്മുടെ പേഴ്സൺസ് ആരൊക്കെയാ, എം എൻ ഒ പി ക്യു ആർ എസ് ടി ഇത്ര ആൾക്കാരല്ലേ. പ്ലേസ് വാല്യൂ ഓരോ ആൽഫബറ്റിന്റെയും കറസ്പോണ്ടിങ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് അത് ഇതിന് മാത്രമല്ല, നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസിനും അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ടിനും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻസ് ലെവൽ കോഡിംഗ് ഡീകോഡിങ്ങിനും ഒക്കെ ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാപ്പാടം അറിഞ്ഞിരിക്കണം. സോ അത് പഠിക്കുക. എമ്മിന്റെ നമ്പർ എത്ര, 13, എൻ 14, ഒ 15, പി 16, ക്യൂ 17, ആർ 18, എസ് 19, ടി 20. ഇതിലെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ, 13, അതേപോലെ തന്നെ ക്യൂ 17, എസ് 19. ഈ ആൾക്കാരാണ് 13, 17, 19. എമ്മും ക്യൂവും എസും ഇവരെവിടെ ആയിരിക്കണം, ഓഡ് നമ്പർ ഫ്ലോറിലായിരിക്കണം. ദേണ്ടേ നോക്കിക്കേ, എമ്മും ക്യൂവും എസും എവിടെയായിരിക്കണം, ഓഡ് നമ്പർ ഫ്ലോറിലായിരിക്കണം. ഇവരെവിടെയായിരിക്കണം, ഓഡ് നമ്പർ ഫ്ലോറിലായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഓഡ് നമ്പർ ഫ്ലോർ, ഫ്ലാറ്റ് പറയേണ്ട കാര്യമില്ല. കാരണം ഫ്ലാറ്റിന്റെ നെയിം ഇവിടെ എയും ബിയുവാ. ചില ക്വസ്റ്റ്യനകത്തിൽ ഫ്ലാറ്റ് 1 ഫ്ലാറ്റ് 2 എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെ ഓഡ് ഫ്ലാറ്റ് ആണോ ഓഡ് ഫ്ലോർ ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് തന്നെ നിങ്ങൾ കണ്ടീഷൻ എഴുതണം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഓടെന്ന് ഇട്ടാലും ഫ്ലോർ തന്നെ, കാരണം ഫ്ലാറ്റിന്റെ നെയിം 1ഉം 2ഉം അല്ല, എയും ബിയുവാ. സോ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, ക്ലിയർ? ഇനി ബാക്കി, ടി ലിവ്സ് 2 ഫ്ലോർസ് ബിലോ ആർ. നേരത്തെ പോലെ തന്നെ ആറിന് താഴെയുള്ള 2ാമത്തെ ഫ്ലോറിലാണ് ടി. പക്ഷെ ഇവിടെയും ഒരു കാര്യമുണ്ട്, ഒരേ ഫ്ലാറ്റ് ആണോ ഡിഫറെന്റ് ഫ്ലാറ്റ് ആണോ എന്ന് അറിയത്തില്ല. ആർ ഹു ഡസ് നോട്ട് ലിവ് ഇൻ ദി എംസ് ഫ്ലാറ്റ്. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആർ എമ്മിന്റെ ഫ്ലാറ്റിലല്ല. ആർ എമ്മിന്റെ ഫ്ലാറ്റിലല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഇങ്ങനെ ഞാൻ കൊടുക്കുക, ആറും എമ്മും വ്യത്യസ്ത ഫ്ലാറ്റ് ആണ്. വേണ്ടേ ഇങ്ങനെ സ്ലാഷ് ഇട്ട് ബാർ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ആറും എമ്മും വ്യത്യസ്ത ഫ്ലാറ്റ് ആണ്. ലാസ്റ്റ് കണ്ടീഷൻ, ടി ഡസ് നോട്ട് ലിവ് ഇൻ ദി ഈസ്റ്റ് ഓഫ് എൻ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഈസ്റ്റിൽ അല്ലെങ്കിൽ എന്നാ പിന്നെ വെസ്റ്റിലായിരിക്കും, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ടി ഡസ് നോട്ട് ലിവ് ഇൻ ദി ഈസ്റ്റ് ഓഫ് എൻ. എന്നിന്റെ ഈസ്റ്റിൽ ടി വരുത്തില്ല എന്ന് തന്നെ നിങ്ങൾ കണ്ടീഷനിൽ എഴുതുക. എന്താണെന്നറിയോ, ഈസ്റ്റിലല്ല എന്നുണ്ടെങ്കിൽ വെസ്റ്റിലാണ് എന്ന് എടുക്കരുത്. വെസ്റ്റിൽ മാത്രമല്ല. ഇപ്പൊ വേണ്ട എന്നിന്റെ ഈസ്റ്റിൽ വരുത്തില്ല എന്ന് പറഞ്ഞാൽ വെസ്റ്റ് മാത്രമല്ല, വെസ്റ്റ് ഒരു പോസിബിലിറ്റിയാ. നോർത്തിൽ വരാം, സൗത്തിൽ വരാം, നോർത്ത് ഈസ്റ്റിൽ വരാം, നോർത്ത് വെസ്റ്റിൽ വരാം, സൗത്ത് ഈസ്റ്റിൽ വരാം, സൗത്ത് വെസ്റ്റിൽ വരാം. 8 ഡയറക്ഷൻസ് ഉണ്ട്, 4 കാർഡിനലും 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷനും. അപ്പോ ഒരിടത്ത് വരുത്തില്ല എന്നേ പറഞ്ഞുള്ളൂ, ബാക്കി 7 എണ്ണത്തില് വരാം. ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. വെസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമാണ്, ബാക്കി 6 എണ്ണത്തിനെ പോലെ. ക്ലിയർ? ഇത്രയുമാണ് നമ്മളുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇനി എങ്ങനെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? ഇത് ഒരു പോസിബിലിറ്റി ക്വസ്റ്റ്യൻ അല്ല. എഴുതി വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് മെർജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇവിടെ ഒന്ന് നോക്കിക്കേതേണ്ട, ഇത് കണ്ടോ, എമ്മും ക്യൂവും എസും ഓഡിലേ വരത്തുള്ളൂ, ഓഡ് ഫ്ലോറിലേ വരത്തുള്ളൂ. ഇവിടെ വേണ്ട ഈ കണ്ടീഷൻ ഒന്ന് മെർജ് ചെയ്തേ. എമ്മും ഓയും കൂടെ എന്താണ്, ഓയുടെ നോർത്ത് വെസ്റ്റിലാ എം. അപ്പൊ എന്റെ ചോദ്യം, ഇവിടെ ഓഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. പക്ഷെ എം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ വരത്തില്ല. എം എന്ന് പറയുന്നത് 1ാമത്തെ ഫ്ലോറിൽ വന്നാൽ ഇവിടെ ഓ കൊടുക്കാൻ പറ്റില്ല. എം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ എ ഫ്ലാറ്റിലേ വരത്തുള്ളൂ. അപ്പൊ 100% ഉറപ്പായി എം ഇവിടെ വരൂ. എനിക്ക് 100% പറയാം, എം ഇവിടെ മാത്രമേ വരൂ. വൈ? എം എന്തുകൊണ്ടാണ് ഇവിടെ മാത്രമേ വരത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്? കാരണം ഇവിടാണ് എം എങ്കിൽ എമ്മിന്റെ നോർത്ത് വെസ്റ്റിൽ ഓ വരണേ, ഇവിടെയോ ഓ വരാം. പക്ഷെ എം ഓഡ് ഫ്ലോറിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ അത്രയും കാര്യം? ഇനി എമ്മും ആറും എന്തായിരിക്കണം, വ്യത്യസ്ത ഫ്ലാറ്റ് ആയിരിക്കണം. അപ്പൊ ആർ എന്തായാലും ഇവിടെ വരിക.
അപ്പോൾ ഒന്നെങ്കിൽ ആർ ഒരു ഗ്യാപ്പിൽ ടി ഇവിടെയും വരാം, അറ്റ് ദ സെയിം ടൈം ആർ ഒരു ഗ്യാപ്പിൽ ടി ഇവിടെയും വരാം. ഇവിടെ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നിൻ്റെ ഈസ്റ്റിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആർ ഇവിടെ എടുത്താൽ ഒരു ഗ്യാപ്പിൽ ടി ഇവിടെ എടുക്കാം, അറ്റ് ദ സെയിം ടൈം ആർ ഇവിടെ എടുത്താൽ ടി ഇവിടെ എടുക്കാം. ഇതെല്ലാം പോസിബിലിറ്റീസാണ്. പിന്നെ ക്യു എസ് എവിടെ വരണം? ഓഡ് ഫ്ലോറിലായിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്നെങ്കിൽ ക്യു എസ് ഇവിടെ, അല്ലെങ്കിൽ ക്യു എസ് ഇവിടെ, അല്ലെങ്കിൽ ക്യു എസ് ഇവിടെ, ഇത് മൂന്നും വരാൻ സാധ്യത. അപ്പോൾ ഇവർ രണ്ടുപേരും വരേണ്ടത് കൊണ്ട് ഇവിടെ ഇപ്പം സപ്പോസ് ശ്രദ്ധിക്കണേ, ആറും ടിയും ഞാൻ ഇവിടെ എടുത്തെന്ന് വെച്ചോ, ആറും ടിയും ഞാൻ ഇവിടെ എടുത്താൽ ക്യു എസിനും കൊടുക്കാൻ പിന്നെ സ്ഥലമില്ല. ശ്രദ്ധിച്ചോ, ക്യു എസും കൊടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഉറപ്പിച്ചോളുക ആർ ഇവിടെ ആയിരിക്കും. കണ്ടോ, ആർ ഇവിടെ വരും. കാരണം ആർ ഇവിടെ വന്നാൽ ഒന്നെങ്കിൽ ടി ഇവിടെ വരണം, അല്ലെ ഇവിടെ വരണം. ഇപ്പൊ സപ്പോസ് ആർ ഇവിടെ വന്നിട്ട് ടി ഇവിടെ വന്നാലും ക്യു എസും കൊടുക്കാൻ വേറെ സ്ഥലമില്ല. ഇനി ആർ ഇവിടെ വന്നിട്ട് ടി ഇവിടെ വന്നാലും ക്യു എസും കൊടുക്കാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ ഉറപ്പിച്ചോ ആർ ഇവിടെ. സെറ്റ് അല്ലേ? ഇനി ഒന്നെങ്കിൽ ടി ഇവിടെ വരാം, അല്ലെങ്കിൽ ടി ഇവിടെ വരാം. ഒരേ ഫ്ലാറ്റ് ആണോ വ്യത്യസ്ത ഫ്ലാറ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഞാൻ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് എഴുതുന്നത്. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. കഴിഞ്ഞ കണ്ടീഷൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോന്നേ. ഇനി നോക്കിക്കേ, പി ഒരു ഗ്യാപ്പിൽ എൻ വരണം, പി ഒരു ഗ്യാപ്പിൽ എൻ വരണം. ഇതും കഴിഞ്ഞു. ആറ് ടി കൊടുത്തില്ല എന്നേ ഉള്ളൂ. ഇനി പി ഒരു ഗ്യാപ്പിൽ എൻ ഇവിടെയും വരാം, പി ഒരു ഗ്യാപ്പിൽ എൻ ഇവിടെയും വരാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിച്ചേ, പി ഞാൻ ഇവിടെ കൊടുത്താൽ എൻ ഇവിടെ വന്നാലും എനിക്ക് ക്യു എസും കൊടുക്കാൻ പറ്റില്ല. അവർ ഓഡ് ഫ്ലോറിൽ വരണം. അപ്പം 100% ഉറപ്പാ പി ഒരു ഗ്യാപ്പിൽ എൻ ഇവിടെ എവിടെയല്ലേ വരത്തുള്ളൂ. അപ്പം സെറ്റല്ലേ? നോക്കിക്കേ, പി ഇവിടെ വന്നാൽ എന്നെ ഞാൻ ഇവിടെ കൊടുത്ത ടി ഇവിടെ കൊടുക്കണം. എന്നിൻ്റെ ഈസ്റ്റിൽ ടി വരത്തില്ല. സോ 100% എൻ ഇവിടെ, ടി ഇവിടെ. പോസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ ഇല്ല. ദേ ക്വസ്റ്റ്യൻ സോൾവ് ആയില്ലേ? നോക്കിക്കേ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ക്യു എസ് ഓഡിലായിരിക്കണം. എസ് പിയുടെയും ഒയുടെയും അടുത്തുള്ള ഫ്ലോറിൽ വരാൻ പാടില്ല. ഇവിടെ എസ് വന്നാൽ പി അടുത്തായി പറ്റില്ല. അപ്പം പിന്നെ എനിക്ക് ഒ കൊടുക്കാൻ തേണ്ട, ഇത് മാത്രമേ സ്ഥലമുള്ളൂ. സോ എസ് ഇവിടെ, മിച്ചം വന്ന ആളാരാ? എം ഐ എൻ ഐ ഒ പി, മിച്ചം വന്ന ക്യൂ ഇവിടെ വേണ്ട. ഇവിടെ എമ്മും ക്യൂവും എസും ഓഡ് ഫ്ലാറ്റിൽ തന്നെയാണ്, ഓഡ് ഫ്ലോറിൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ സോൾവ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഞാൻ പോസിബിലിറ്റി എടുത്ത് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതേപോലെ മെർജ് ചെയ്യാൻ പറ്റണം. ഇതുപോലെ നിങ്ങൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യും. പസിൽസ് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഭയങ്കര ഈസി ആകും. ഒരു ദിവസം മിനിമം 20 പസിൽസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എങ്കിലും മാത്രമാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. എക്സാം അടുക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ബാങ്ക് എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഡെയിലി ബേസിസിൽ കൺസിസ്റ്റൻ്റ് ആയി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ്, എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതേപോലെ ഓരോ ടൈപ്പ് പസിൽസും, അതേപോലെ ക്വാണ്ട് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കുക, ബേസ് സ്ട്രോങ് ആക്കുക. എന്നിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.